എന്തായിരുന്നു പ്രോസിക്യൂഷൻ കേസ്? പ്രോസിക്യൂഷൻ കേസ് ടി.പി. ചന്ദ്രശേഖരൻ CPM വിട്ട് RMP എന്നുള്ള പാർട്ടി രൂപീകരിക്കുകയും അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തതിൻ്റെ വൈരാഗ്യം മൂലം ഗൂഢാലോചന നടത്തി ക്രൂരമായി ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്നാണ്. CPM വിട്ടതാണ് പ്രശ്നം, വേറെ പാർട്ടി ഉണ്ടാക്കിയതാണ് പ്രശ്നം. അവിടെയാണ് മുഖ്യമന്ത്രി പോയി പറഞ്ഞത് ഇയാൾ കുലംകുത്തിയാണെന്ന് പറഞ്ഞത് പാർട്ടി വിട്ടതിന്. ആ ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കപ്പെട്ടു, വിചാരണ കോടതിയിൽ തന്നെ തെളിയിക്കപ്പെട്ടു ആ കേസ്, ആ പ്രോസിക്യൂഷൻ കേസ്. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി അത് ശരിവയ്ക്കുകയും വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടുപേര് കൂടി ശിക്ഷാർഹരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്ത് ആ പ്രോസിക്യൂഷൻ കേസ് ബലപ്പെട്ടു. ആകാശത്ത് നിന്ന് വേറെ ആളുകൾ വന്നിറങ്ങി കൊന്നതല്ല, CPM-കാർ കൊന്നാണ്. CPM-ൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി ചെയ്തതാണ്. അവർ തമ്മിലുള്ള സംഭാഷണം, കൊട്ടേഷൻ സംഘവും ഈ പാർട്ടി നേതാക്കന്മാരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അടക്കമുള്ള സംഭവങ്ങൾ തെളിവായി ശേഖരിച്ചുകൊണ്ടാണ് സംശയാതീതമായി ഈ കാരണം കൊണ്ടാണ് കൊന്നതെന്ന് തെളിയിച്ചത്. പിന്നെ എന്ത് ന്യായമാണ് ഇനി പറയുന്നത്?